പ്രാർത്ഥിക്കുന്ന നിനക്കെതിരെ ആര് സംസാരിച്ചാലും ആ വായ ദൈവം അടയ്ക്കും. പ്രാർത്ഥിക്കുന്നവനെതിരെ സംസാരിക്കുന്ന അല്ലെങ്കിൽ തുറന്നിരിക്കുന്ന സകല വായു ദൈവം അടയ്ക്കും. ഇന്ന് പകൽ നിന്നെ ആക്രമിക്കുന്ന, നിന്നെ ഭീഷണിപ്പെടുത്തുന്ന, നിന്നെ കടിച്ചു കീറാൻ ശ്രമിക്കുന്ന ദുഷ്ടശക്തികളുണ്ടല്ലോ, അത് കണ്ട് നീ ഭയപ്പെടേണ്ട. പ്രാർത്ഥിക്കുന്നവന്റെ മുൻപിൽ സകലതിനെയും അടയ്ക്കാൻ ദൈവം കഴിവുള്ളവനാണ്. ഒരു കാര്യം പറയാം, കാട്ടിലും സിംഹമുണ്ട്, നാട്ടിലും സിംഹമുണ്ട്. മനസ്സിലായില്ല? കാട്ടിലുമുണ്ട് സിംഹം, നാട്ടിലുമുണ്ട്. പൗലോസിന് നേരെ അലക്സാണ്ടർ, പൗലോസുമായിട്ട് പദവെന്നറിയോ? അങ്ങനെ ആ സിംഹത്തിന്റെ വായിൽ നിന്ന് ആരെ കുറിച്ചാ? അലക്സാണ്ടർ എന്ന മനുഷ്യനെ കുറിച്ചാ പറയുന്നത്. അങ്ങനെ ആ സിംഹത്തിന്റെ വായിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു. കേട്ടോ, കർത്താവ് എനിക്ക് തുണന്നു. അതുകൊണ്ട് അലക്സാണ്ടർ എന്ന സിംഹത്തിന്റെ വായിൽ നിന്ന്. അപ്പൊ നാട്ടിലുമുണ്ട് സിംഹം, നാട്ടിലുമുണ്ട് സിംഹം, വീട്ടിലുമുണ്ട് സിംഹം. കാട്ടിലെ സിംഹത്തെ പിന്നെയും മെരുക്കാം, പക്ഷെ ചില സിംഹങ്ങളെ മെരുക്കാൻ വലിയ പാടാണ്. സ്തോത്രം. പക്ഷെ ഇന്ന് പകൽ ആത്മാവിൽ ദൂത്യം പറയാം, പ്രാർത്ഥിക്കുന്നവന്റെ മുൻപിൽ കാട്ടിലെ സിംഹമായാലും നാട്ടിലെ സിംഹമായാലും അതിന്റെ വായ ദൈവം അടയ്ക്കും. ഇന്ന് പകൽ നിനക്കെതിരെ സംസാരിക്കുന്ന ചിലതിനെ ദൈവം അടയ്ക്കും. നിനക്കെതിരെ നിൽക്കുന്ന ചിലതിനെ ദൈവം അടയ്ക്കും. നിന്റെ വിടുതലും നന്മയ്ക്കും നിന്റെ അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്ന ചില ബന്ധനങ്ങളെ ദൈവം അടയ്ക്കും. പ്രാർത്ഥിക്കുന്നവന് മുന്നിൽ ദോഷം വരുത്താൻ ശ്രമിക്കുന്ന സകല വഴികളും ദൈവം അടയ്ക്കും. ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്ന ദൈവമേ, അറിയുന്ന ദൈവമേ, നിനക്ക് ദോഷം വിതക്കാൻ ശ്രമിക്കുന്ന ശത്രുവിന്റെ സകല ബന്ധനങ്ങളെയും ദൈവം ഇന്ന് പകൽ നിനക്ക് വേണ്ടി അടയ്ക്കുമെന്ന്. ചിലതൊക്കെ അടഞ്ഞു മാറും കേട്ടോ. നീ അനുഗ്രഹം പ്രാപിക്കാൻ, നീ നന്മ പ്രാപിക്കാൻ, നീ പുറത്തു പോയാൽ തടസ്സമായി നിൽക്കുന്ന ചിലതിനെ ദൈവം അടയ്ക്കുമെന്ന് ഇന്നത്തെ പരിശുദ്ധന്മാവ് ഈ പഠനത്തിലൊന്ന് വ്യക്തമാക്കുന്നില്ല. പ്രാർത്ഥന വലിയൊരു വിജയമാണ്, പ്രാർത്ഥന വലിയൊരു അനുഗ്രഹമാണ്, പ്രാർത്ഥന വലിയൊരു കോട്ടയാണ്.